ഹലോ ഫ്രണ്ട്സ്, ഡൈനിങ് ഹാളിലെ പൊടി തട്ടി വൃത്തിയാക്കണമെന്ന് വിചാരിക്കാൻ തുടങ്ങി കുറേ ആയി. പോയി മഴക്കാലത്തെ തട്ടലും കൊട്ടലും കൊണ്ട് ആകെ അലമ്പായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കാരണം വേറൊന്നുമല്ല, തുണികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ നമ്മളെ ഡൈനിങ് ഏരിയ. ഒട്ടുമിക്ക സാധാരണക്കാർക്കും മനസ്സിലാവും ഈ ഒരു പ്രശ്നം. മഴക്കാലത്ത് തുണി ഇടാനൊരു സ്ഥലം ഉണ്ടാക്കണം എന്ന് വിചാരിക്കും, പക്ഷേ മഴക്കാലം വരുമ്പോൾ നമ്മളെ ഡൈനിങ് ഹാളും റൂമും ഒക്കെ തന്നെ ശരണം. ആരെങ്കിലുമൊക്കെ വരുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. പക്ഷേ തോന്നിയിട്ട് കാര്യമൊന്നുമില്ല, ആർക്കും വേണ്ടി ഇല്ലാത്ത ഉണ്ടാക്കാനൊന്നും പറ്റൂലല്ലോ. എന്നാലും ഉമ്മക്ക് വേണ്ടിയിട്ടെങ്കിൽ ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കണം. നമ്മുടെ വീട്ടിലെ ഓരോ സ്ഥലവും നമുക്ക് പ്രധാനമാണ്. എന്നാലും ഡൈനിങ് ഹാൾ ഒരു പൊതുസ്ഥലം പോലെ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഡൈനിങ് ഹാളിന് ഒരു പ്രത്യേക മുൻഗണന കൊടുക്കാറുണ്ട്. കാണാൻ അത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിലും ഒന്ന് വൃത്തി കിടക്കണം എന്ന് ഒരു ചെറിയ നിർബന്ധം, അത്രയേ ഉള്ളൂ. ഒരു മേക്ക് ഓവർ ചെയ്യണമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ പിന്നീട് തോന്നി അത് വേണ്ട, എൻ്റെ ഒറിജിനൽ വീഡിയോ ആയിട്ട് പിന്നീട് ഒരിക്കൽ വരാം. അപ്പോൾ പിന്നെ മഴക്കാലത്തെ ഡൈനിങ് ക്ലീനിങ്ങിലെ ഒരു ചെറിയ വിശേഷങ്ങളാവാം. രാവിലെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയാൽ നമ്മൾ അമ്മമാർക്ക് ഒരു വല്ലാത്ത ഏകാന്തതയാണ്. വെറുതെ ഇരിക്കാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ എന്നറിയില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഭാഗമാണ് ക്ലീനിങ്. ഹാളിൽ ആദ്യം ചെയ്തത് നന്നായി ഒന്ന് മറാല തട്ടി ജനൽ തുടച്ചു, TV സ്റ്റാൻഡ് തുടച്ചു. മഴക്കാലം ആയതുകൊണ്ട് തന്നെ കർട്ടനുകളൊന്നും മാറ്റാൻ നിന്നില്ല. പിന്നെ സ്വാമി ഫോട്ടോ വയ്ക്കുന്ന ആ ഒരു ഏരിയയാണ്, അവിടെ പ്രത്യേകിച്ചൊന്നും ഞാൻ ചെയ്യാൻ നിന്നില്ല. പിന്നെ ടേബിളൊന്ന് തുടച്ചു, ഒരു ചെറിയ ഫ്ലവർ വേസ് വെച്ചു. അയ്യോ, ഇതിനൊക്കെ മുന്നേ ഞാനൊരു ചെറിയ പണി ചെയ്തിരുന്നു. ചെറുതല്ല, പ്രധാനപ്പെട്ട പണിയാണ്, അത് പറയാൻ വിട്ടുപോയി. രാത്രിയാണ് ഡൈനിങ് ഹാളിൽ തുണി ഉണക്കാനൊക്കെ ഇടാറ്. അപ്പോൾ എല്ലാവരും രാവിലെ പോയി കഴിഞ്ഞാൽ ഡൈനിങ് ഹാളിലെ തുണിയെല്ലാം എടുത്ത് ഒരു ബെഡ്റൂമിലേക്ക് മാറ്റും. അതിൽ നന്നായി ഉണങ്ങിയത് എന്ത് ചെയ്യും, ഞാൻ നന്നായിട്ട് അയൺ ചെയ്ത് മടക്കി വയ്ക്കും. അല്ലാത്ത റൂമിൽ വെച്ചിടും. രാത്രി ആകുമ്പോൾ വീണ്ടും അയൽ കെട്ടി ഡൈനിങ് ഹാളിലേക്ക് ഡൈനിങ് ഹാളിൽ തുണി വിരിച്ചിടും. അത് കുറച്ച് റിസ്ക്കുള്ള പണിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഡൈനിങ് ഏരിയ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഈ റിസ്ക് ഞാൻ ഇഷ്ടത്തോടെ ചെയ്യാറ്. ഇങ്ങനെ എല്ലാവരും ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. നമ്മുടെ ഇഷ്ടവും സൗകര്യവുമാണ് നമ്മുടെ വീട്ടിലെ ഓരോ ജോലിയും. അത് എങ്ങനെ ചെയ്യണമെന്ന് നമ്മുടെ ചോയ്സാണ്. പിന്നെ എനിക്ക് ഡൈനിങ് ഹാള് പരന്ന് കിടക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ റിസ്ക് എടുക്കുന്നത്. മഴക്കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് വീട്ടമ്മമാരായ നമ്മൾ. പക്ഷേ എല്ലാ ജോലിയിലും അതിൻ്റേതായ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. ഇടയ്ക്കൊരു ചായ കുടിക്കാം, അല്പനേരം മഴ ആസ്വദിക്കാം, ഒരു പാട്ട് കേൾക്കുക. ഇതൊക്കെ പിരിമുറുക്കം നിറഞ്ഞ നമ്മുടെ മനസ്സിനെ ഒന്ന് തണുപ്പിക്കാൻ നല്ലതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു.